ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. എല്ലാവരും നന്നായി എക്സാം എഴുതിയോ? ഡ്രോയിങ് എക്സാം ആയതുകൊണ്ട് എല്ലാവർക്കും ഫുൾ മാർക്ക് കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നോക്കട്ടെ. ഓക്കെ, എന്നാൽ ഓരോരുത്തരുടെ പേപ്പർ തരൂ, ഞാൻ നോക്കട്ടെ. ഫസ്റ്റ് വൺ, ഡ്രോ എ ബർഗർ ആൻഡ് ഫ്രൈസ്. യെസ്, വെരി ഗുഡ്. അടിപൊളിയായിട്ട് വരച്ചിട്ടുണ്ടല്ലോ, നല്ല രസമുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ നോക്കട്ടെ. നെക്സ്റ്റ് വൺ, ഡ്രോ എ സ്ട്രോബെറി. സ്ട്രോബെറിക്ക് നീ നന്നായി വരച്ചിട്ടുണ്ട്, പക്ഷേ കളറൊന്നും കൂടിയും കൊടുത്തിരുന്നെങ്കിൽ ഭംഗിയായിരുന്നു. എന്നാലും കുഴപ്പമില്ല, നീ സ്ട്രോബെറി വരച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ ടിക്ക് ഇട്ട് തരാം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വൺ നോക്കട്ടെ. ഡ്രോ എ ഓറഞ്ച്. ഓക്കെ, വലിയ കുഴപ്പമില്ല. ഇനി കളർ കൊടുക്കുമ്പോൾ ആ ലീഫ് വരയ്ക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. എന്തായാലും ഓറഞ്ച് തന്നെ ആയി വരച്ചതുകൊണ്ട് നിനക്കും ഞാൻ എന്താ പറയുക, ടിക്കിട്ട് തരാം. ഓക്കെ, വെരി ഗുഡ്. എല്ലാവർക്കും A+ ആണ്. എല്ലാവർക്കും കൺഗ്രാറ്റ്സ്. ഓക്കെ, അപ്പം നമുക്ക് നെക്സ്റ്റ് എക്സാമിൽ കാണാം. ഓക്കെ, ഇപ്പം ഫസ്റ്റത്തെ എക്സാം കഴിഞ്ഞു, സെക്കൻഡ് എക്സാമാണ്. എല്ലാവരും പഠിച്ചോ നന്നായിട്ട്? കോപ്പി അടിക്കരുത് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, എന്നാലും പറയുകയാണ്, നിങ്ങൾ കോപ്പി അടിക്കരുത് കേട്ടോ. നന്നായി ഒന്ന് ആലോചിച്ചിട്ട് എഴുതിയാൽ മതി. ഓക്കെ, ബെല്ലടിച്ചു. അപ്പോൾ വേഗം എല്ലാവരും എക്സാം എഴുതാൻ തുടങ്ങിക്കോളൂ. പറഞ്ഞില്ല, എനിക്ക് ഉറപ്പായിരുന്നു ആരേലൊക്കെ ഒന്ന് കോപ്പി അടിക്കുന്നു. ഗെറ്റ് ഔട്ട്. ഇനി ആരോ കോപ്പി അടിക്കുന്ന നോക്കട്ടെ. ഓക്കെ, ഗെറ്റ് ഔട്ട്. രണ്ടാൾക്കാർ പുറത്ത് പോയി. നിങ്ങൾ നന്നായി ആലോചിച്ചിട്ട് എഴുത്, കോപ്പി അടിക്കല്ലേ. ഓക്കെ, ഗെറ്റ് ഔട്ട്. അത്ര പറഞ്ഞിട്ടും കാര്യമില്ല, പിന്നെയും കോപ്പി അടിച്ചോളൂ. അപ്പോൾ ടൈം കഴിഞ്ഞു, വേഗം എക്സാം പേപ്പർ തന്നോളൂ. ഓക്കെ, ബൈ ഫ്രണ്ട്സ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ.